വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയല്ലോ, അതെടുത്ത് കഴിച്ചോളൂ കേട്ടോ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ കരുതും പ്ലീസ് ഈറ്റ് വാട്ട് യു വാണ്ട് എന്നാണെന്ന്, അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇതിന് ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. ഏതാണ് ആ പ്രയോഗം? ഹെൽപ്പ് യുവർ സെൽഫ്. എന്താണ് ഹെൽപ്പ് യുവർ സെൽഫ്? എന്താ അർത്ഥം? നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ആ ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. ഇനി നമുക്ക് ഇത് 2-3 സെൻറ്റൻസുകളിൽ ഉപയോഗിച്ച് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്, പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് ടു സം കേക്ക്. എന്താ അർത്ഥം? കുറച്ച് കേക്ക് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയണേ, കേക്കും കൂടി ഉണ്ട്, കുറച്ചും കൂടി കേക്ക് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. എങ്ങനെ പറയാം? പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ് ടു സം കേക്ക്. ഇവിടെ ഹെൽപ്പിനെ സഹായിക്കുക എന്നർത്ഥമല്ല കേട്ടോ. ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ എടുത്ത് കഴിച്ചോളൂ എന്നർത്ഥമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. ദർ ഈസ് ജ്യൂസ് ഇൻ ദ ഫ്രിഡ്ജ്, ഹെൽപ്പ് യുവർ സെൽഫ്. എന്താ അർത്ഥം? ഫ്രിഡ്ജിൽ ജ്യൂസ് ഇരിപ്പുണ്ട്, നിങ്ങൾ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ഇവിടെ ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ദർ ഈസ് പ്ലെന്റി ഓഫ് ഫുഡ് ഇൻ ദ കിച്ചൺ, ഇഫ് യു ആർ ഹംഗ്രി പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. എന്താ അർത്ഥം? കിച്ചണിൽ ധാരാളം ഭക്ഷണം ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, പ്ലെന്റി ഓഫ് എന്ന് പറഞ്ഞാൽ ധാരാളം. അപ്പോൾ ഹെൽപ്പ് യുവർ സെൽഫ് എന്ന ഫ്രേസിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഇത് നിങ്ങളുടെ സംസാരത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.